ഇന്ന് രാവിലെയും എന്നെ പീഡിപ്പിച്ചു. നിന്നെ ഞാൻ ടൊവിനോടെ നായികയാക്കി. ഭയങ്കരമാണ്. ഇതിപ്പോൾ ഇന്ത്യൻ സിനിമ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഉദാത്ത ചലച്ചിത്ര കാവ്യം. തൊട്ടാലൊക്കെ തനിനിറം പുറത്തു വരും. അത് മാത്രം കട്ട് ചെയ്ത് വിടുമ്പോ തൊട്ടാല് തനി നിറം പുറത്തു വരുന്നു. ടൊവിനോയെ തൊട്ടാൽ തനിനിറം പുറത്തു വരും. ഞാൻ പത്മരാജ് സാറിനോട് ചാൻസ് ചോദിച്ചിട്ടുണ്ട്, ഭരതേട്ടനോട് ചാൻസ് ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ കുറേ സ്ക്രിപ്റ്റുകളൊക്കെ കിട്ടിയിട്ട് ഇത് വേണ്ട, ടൊവിയോ പോലെ 7 വർഷത്തേക്ക് ഡേറ്റ് ഇല്ലാതെ കാണണം. 7 വർഷം കഴിഞ്ഞാൽ ഞാനുണ്ടാവും, എനിക്കറിയില്ല. അപ്പോഴാണ് ഡേറ്റ്. അവര് കാമുകന്മാരെ പോലെ സെറ്റിലും അങ്ങനെ തന്നെ. വൈകുന്നേരം മാത്രമേ നമുക്ക് ബേസിലിന് നമ്മുടെ ബേസിലായിട്ട് കിട്ടുള്ളൂ. അല്ലാത്ത സമയത്ത് ഇച്ചിരി സീരിയസ് ഡയറക്ടറാ, കർക്കശക്കാരനാണ്. അത് നമ്മളത് ക്ഷമിക്കുകയും ചെയ്യും. മുന്നോട്ട് പോവാ. അന്ന് ഈ ഇത്ര സാറ്റലൈറ്റ് ഇല്ല അവന്. അതൊക്കെ ഞാൻ ചോദിച്ച അഹങ്കാരമാണെന്ന് പറയും എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യത്തെ 1-2 ദിവസമൊക്കെ എന്റെ ഭക്ഷണത്തിന്റെ പകുതി എടുത്ത് കഴിച്ചു. സൂപ്പർ ഫുഡ്സ് കഴിക്കുന്നു, ഡയറ്റ് കീപ്പ് ചെയ്യുന്നു. ഇന്നാളെ എന്നെ കണ്ടപ്പോൾ എന്താ ജോലൈൻ കോളേജ് ക്ലാസ് കൈകാര്യം ചെയ്യുന്ന പോലെ ക്യാമറ അനൗൺസർ അങ്ങ് ഡയലോഗ് അങ്ങ് കാച്ചി. അപ്പോൾ ക്യാമറാമാൻ അശോക് കുമാറായിരുന്നു. അദ്ദേഹം ചോദിച്ചു, ഫസ്റ്റ് ടൈം ആണോ ആക്ട് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു അതെ. തോന്നുന്നില്ലോ എന്ന് പറഞ്ഞു. കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചിരുന്നാൽ എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. ടൊവിനോയ്ക്ക് ഇഷ്ടംപോലെ സുന്ദരികളായ നായിക. ഞാൻ അപ്പോൾ പറഞ്ഞു, സുന്ദരികളെ ഞാൻ വേറെ വെച്ചിട്ടുണ്ട്. അതായത് ഇത്തിരി വിനയം പറഞ്ഞപ്പോഴേ ഇത്തിരി വിനയം പറഞ്ഞത്. അപ്പൊ അവൻ സുന്ദരിമാരെ വേറെ വെച്ചിട്ടുണ്ട്. ടൊവിനെ ഞാൻ നിന്റെ റേഞ്ചിലേക്ക് എത്തിച്ചോളാം എന്നാണ് എന്നോട്. സുരഭിയുടെ പാൻ ഇന്ത്യൻ കുളി വരുന്നു. ഒന്നുമില്ല. ഹായ് ഹലോ വിവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. ഈ ഓണത്തിന് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് റിലീസാകാൻ പോകുന്ന അജയൻ്റെ 2ാം മോഷണം എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് വി ഹാവ് ടോവിനോ തോമസ്, ജഗദീഷ് ഏട്ടൻ, സുരഭി ആൻഡ് റൈറ്റർ സുഹിതേട്ടൻ. സോ 4 പേർക്കും വെൽക്കം. ഈ ഞങ്ങൾ ശരിക്കും ഈ ജിതിൻല എന്ന് പറഞ്ഞ പേര് കുറച്ച് നാളുകളായിട്ട് കേൾക്കുന്നുണ്ട്. ഇതിന്റെ അനൗൺസ്മെന്റ് തൊട്ട് നിങ്ങൾ എന്നാ ഈ പേര് കേൾക്കാൻ തുടങ്ങിയതും ഈ ഇൻട്രസ്റ്റിംഗ് അക്ഷയെ ആദ്യമായിട്ട് കാണുന്നത്? ഇത് ജിതിൻ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണോ? അതെ, ഇതിന്റെ പരസ്യമായ മാറാൻ സാധ്യതയുണ്ട്. ഞാൻ ജിതിനെ ആദ്യമായിട്ട് കാണുന്നത് കൂതറ എന്നുള്ള സിനിമ ചെയ്യുന്ന സമയത്ത്. ആ സമയത്താണ് ജിതിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്, പരിചയപ്പെടുന്നത്. അത് ജസ്റ്റ് ഒരു അക്വൈൻറ്റൻസ് അത്രയും ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്തായിരുന്നു. പിന്നെ എന്നതിൻ്റെ മൊയ്തീൻ എന്ന് പറയുന്ന സിനിമയിലേക്ക് വന്നപ്പോൾ എനിക്ക് ആകെ പരിചയമുള്ള ഒരാൾ ജിതിനായിരുന്നു. കാര്യം വെച്ചാൽ ഈ നേരത്തെ ഉണ്ടായിരുന്ന പരിചയങ്ങൾ. അവിടെ നിന്ന് ഞങ്ങൾ തമ്മിൽ വളരെ നല്ല സൗഹൃദം ഉണ്ടായി. അതിനുശേഷം ഗോദ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തു. പിന്നെ കൽക്കി അവൻ അസോസിയേറ്റ് ആയിരുന്നു. അപ്പോൾ ഇത്രയും നാളത്തെ പരിചയമുണ്ട്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ടും പിന്നെ തുടർന്നും അവനെ കണ്ടതും പരിചയപ്പെട്ടതൊക്കെ. ഇല്ല, ജിതിൻ്റെ ഒരു യാദൃശ്ചികമായിട്ടൊരു വലിയ പ്രോജക്റ്റുമായിട്ട് ജിതിൻ വരുന്നു എന്നുള്ള ജിതിൻ്റെയും എൻ്റെയും കോമൺ ഫ്രണ്ടായിട്ട് പറഞ്ഞപ്പോൾ ഞാൻ ജിതിനെ വിളിച്ച് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യായിരുന്നു. അപ്പം ഞാൻ കാഷ്വലായിട്ട് പറഞ്ഞു, ഇത് കഴിയട്ടെ, അടുത്ത പ്രോജക്റ്റിൽ നമുക്ക് സഹകരിക്കാമെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അത് കഴിഞ്ഞ് കാപ്പയുടെ ലൊക്കേഷനിൽ പുള്ളി വന്നിരുന്നു. അത് ഷൂട്ടിംഗ് നടക്കുന്ന സമയത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, പുള്ളി ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഒരു വേഷം നമുക്കിതിൽ ചെയ്യാം, അടുത്ത പടത്തിലല്ല ഇതിൽ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. വളരെ ഹാപ്പിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം പറഞ്ഞിട്ട് പിന്നീട് പെട്ടെന്ന് പറഞ്ഞു, ആ വേഷമല്ല, കുറച്ചുകൂടെ വേറൊരു നല്ല വേഷമുണ്ട്, അത് ചെയ്താലേ. ഞാൻ പറഞ്ഞു, ഏത് ചെയ്യണമെന്ന് ജിതിൻ തീരുമാനിക്കുന്നു പറഞ്ഞു. ഞാൻ ഏത് ചെയ്താലാണ് നന്നാവുക എന്ന് ജിതിന് തോന്നുന്നു, എന്തായിരിക്കും? അപ്പോൾ ജിതിൻ പറഞ്ഞു ഈ വേഷമാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ തുടങ്ങിയ ബന്ധമാണ്. ആ ബന്ധം ഷൂട്ടിങ്ങിന് ചെല്ലുമ്പോൾ നമ്മൾ ഈ വലിയ പ്രോജക്റ്റ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഈ പടം ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു ചെറിയൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. ഇപ്പം ഇങ്ങനെ ടൊവിനോ തോമസ് അജയൻ്റെ 2ാം മോഷണമായിട്ട് വരുന്നു എന്നുള്ള. അപ്പോൾ അവിടെ ലൊക്കേഷനിൽ ചെന്നപ്പോൾ തൊട്ട് ഈ ഇവര് എന്തൊക്കെയാണോ മനസ്സിൽ കണ്ടിരുന്നത് അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഇവരുടെ കഴിവ്, വൈദഗ്ധ്യമൊക്കെ നേരിട്ട് എനിക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ സന്തോഷം കൂടി. ഷൂട്ടിംഗ് തീർന്നപ്പം എനിക്ക് വളരെ തൃപ്തിയോടെ എനിക്ക് അവിടെ നിന്ന് നേരെ ഞാൻ പോയത് പാലിമീയുടെ ലൊക്കേഷനിലേക്കാണ്, രാജസ്ഥാനിലേക്കാണ്. അപ്പോൾ അവിടെ ചെന്നോടൻ ഞാൻ പറഞ്ഞു, നല്ല രീതിയിൽ തീർത്തിട്ട് വന്നിരിക്കുകയാണ്, എനിക്ക് വളരെ എക്സൈറ്റഡ് ആണെന്ന് പറഞ്ഞു. പിന്നെ ആ ബന്ധം തുടർന്നു. ഇടയ്ക്കിടയ്ക്ക് സുജിത്തിനെ വിളിക്കും, ഇടയ്ക്കിടയ്ക്ക് ജിത്തിനെ വിളിക്കും. പിന്നെ ടൊവിനെ കാണുമ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇതിനെക്കുറിച്ച് ഇതിൻ്റെ അപ്ഡേറ്റ്സ് ആണ് ചോദിച്ചിരുന്നത്. നമുക്ക് ഇങ്ങനെയുള്ളൊരു പ്രോഗ്രാമിൽ, നമ്മൾ പ്രൊമോഷൻ പ്രോഗ്രാമിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ടെൻഷൻ എന്ന് പറയുന്നത് പ്രേക്ഷകർക്ക് പ്രതീക്ഷയുടെ അമിതഭാരം കൊടുക്കാതെ എങ്ങനെ ഈ ചിത്രത്തെക്കുറിച്ച് 2 വാക്ക് പറയാമെന്നുള്ളതാണ് നമ്മുടെ വെല്ലുവിളി. കാരണം ഭയങ്കരമാണ്. ഇതിപ്പോൾ ഇന്ത്യൻ സിനിമ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഉദാത്ത ചലച്ചിത്ര കാവ്യം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊന്നും നമ്മൾ പറയുന്നില്ല. നമ്മൾ പറയുന്നത് പ്രേക്ഷകന് ഓണത്തിന് കാണാൻ പറ്റിയ മികച്ച ഒരു എൻ്റർടൈൻമെൻറ്റ് പാക്കേജ് ആയിരിക്കും. ഇതിനകത്ത് എല്ലാം ഉണ്ടാവും. എല്ലാ ഇമോഷൻസിൻ്റെ കൂടെയുള്ള റൊമാൻസ്, ആക്ഷൻ, ത്രിൽസ്, കേരളത്തിൻ്റെതായിട്ടുള്ള
ചില വടക്കം പാട്ടുകൾ പോലത്തുള്ള ചില കാര്യങ്ങൾ, പിന്നെ ചരിത്രമാണോ ഐതിഹ്യമാണോ എന്ന് പ്രേക്ഷകർക്ക് അത്രത്തോളം ഉറപ്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കഥാ തന്തുണ്ട് ഇതിനകത്ത്. അതിൻ്റെ ഒരു ആഖ്യാനമുണ്ട്, പ്രേക്ഷകർക്ക് വായിച്ചെടുക്കാൻ പറ്റിയ വ്യാഖ്യാനമുണ്ട്, അങ്ങനെ പലതുമുണ്ട്. ഈ 3 ക്യാരക്ടറാണോ? 3 ക്യാരക്ടർ ഞങ്ങളൊന്നും ജിതിനെ പരിചയപ്പെട്ടത് അറിയണ്ടേ? ഇത് നല്ല തമാശ. അവിടെ നിന്ന് ഓക്കെ. അല്ല സുഹൃത്തേട്ടാ പറയാം, സുഹൃത്തേട്ടാ ഇനിയിപ്പോ ചോദിച്ചു മേടിച്ചോണ്ട് ഞാൻ തന്നെ പറഞ്ഞേക്കാം. ഞാൻ ജിതിനെ കാണുന്നത് എന്ന് നിന്റെ മൊയ്തീൻ എന്ന് പറയുന്ന സിനിമയിലെ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഒരു ബോക്സറോ എന്താ ഇതിന് പറയുന്നത്, ഷോർട്സ് ഒക്കെ ഇട്ടിട്ട് ടീഷർട്ടൊക്കെ ഇട്ടിട്ട് ഒരു യോയോ പയ്യനാണ്. അപ്പോൾ ഇവർ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു. അന്ന് നമ്മുടെ മേജർ രവി സാറിന്റെ മോൻ അർജുനും ഇവർ രണ്ടുപേരാണ് ഭയങ്കര സ്റ്റൈലാക്കിയത് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്. അപ്പം ഞങ്ങൾ നോക്കുമല്ലോ, നമ്മളന്ന് വലിയ നടിമാരൊന്നും അല്ല, എന്നാലും അവരെ കണ്ടു. അപ്പോൾ ഇവരൊക്കെ ആയിരിക്കും നാളെ സിനിമയൊക്കെ എടുക്കുക എന്ന് വിചാരിച്ച് അവന്റെ ലുക്കിലും ഒരു കലയുണ്ട് എന്ന് തിരിച്ചറിയും. അപ്പോൾ അതിൽ പാർവതിക്ക് ഞാൻ കത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൊന്തയിൽ ആക്കിയിട്ട്. അപ്പോൾ ഒരു പടിക്കെട്ട് കയറിയിട്ട് അവിടേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ ആളുകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നിർത്തി ഒന്നും പാസിങ് വരരുത് എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തിയിരിക്കുക. അതിൻ്റെ ഒരു കുറച്ച് സമയം ഗ്യാപ്പ് ഉണ്ട്. അപ്പം തന്നെ ഞാൻ അവനോട് ചാൻസ് ചോദിച്ചു, എടാ നീയൊക്കെ സിനിമ ചെയ്യുമ്പോൾ എന്നെ വിളിക്കും തീർച്ചയായിട്ടും വിളിക്കും, എന്തായാലും ഞാൻ സിനിമ ചെയ്യുമ്പോൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. വെറുതെ പറഞ്ഞ. പക്ഷേ മൊയ്തീൻ എന്ന സിനിമയിലെ പ്രധാനപ്പെട്ട വാക്ക് അതാണ്, വാക്കാണ് ഏറ്റവും വലിയ സത്യം എന്നുള്ളത്. അങ്ങനെ അദ്ദേഹം ആ വാക്ക് പാലിച്ചു. ട്രിവാൻഡ്രത്ത് ഒരു മാളിൽ കണ്ടപ്പോൾ ഇങ്ങനെ സിനിമയുണ്ട്, വിളിക്കും, ടോവിയാണ് അജയൻ്റെ. അപ്പോൾ എനിക്കൊരു അമർച്ചിത്ത കഥയുടെ പേര് അജയൻ്റെ 2ാം വർഷം അങ്ങനത്തെ ഒരു പോസ്റ്ററൊക്കെ ആണല്ലോ നമ്മൾ കണ്ടത്. അങ്ങനെ ഇതാക്കി. അപ്പോൾ പിന്നെ പറയുന്നത് ടൊവിനോൻ്റെ ഹീറോയിനായിട്ടാണെന്ന് പറഞ്ഞ് ഒന്ന് ഞാനൊരു ചുമരിലൊക്കെ താങ്ങി ചോദിച്ചു, ടൊവിനോ സമ്മതിച്ചോടാ എന്ന് ചോദിച്ചാൽ. അങ്ങനെയാണ് ജിതിനുമായിട്ട് ഇത് വരുന്നത്. പിന്നെ സുജിത്തേട്ടനുമായിട്ടാണ് കോൺവെർസേഷൻ. അദ്ദേഹം സ്ക്രിപ്റ്റ് അയച്ചു തന്നപ്പോൾ തന്നെ നമുക്ക് ഈ സിനിമയിൽ വലിയൊരു വിശ്വാസം ഉണ്ടായി. ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ വരികൾക്കിടയിലൂടെ വായിച്ച് നമുക്ക് വലിയ വലിയ കഥകൾ ഓരോ വരിയിലും കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എഴുത്തായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അതുകൊണ്ട് ഞങ്ങൾക്ക് കഥാപാത്രങ്ങളിലേക്ക് പോകാനും അവരുടെ ജീവിതത്തെ മനസ്സിലാക്കാനും ഒക്കെ വളരെ എളുപ്പമായിരുന്നു. ജയതിഷേട്ടൻ പറഞ്ഞ പോലെ ബ്രഹ്മാണ്ഡ സിനിമ ഇതങ്ങ് തള്ളി മറിക്കും എന്നൊന്നുമല്ല, നല്ലൊരു സിനിമയായിരിക്കും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അവർ കാമുകന്മാരെ പോലെ സെറ്റിലും അങ്ങനെ തന്നെ വന്നിട്ട് ഓരോ മൂലനും ഇങ്ങനെ നടക്കുന്നത് കാണാം. അവർ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറഞ്ഞല്ലോ കാമുക മതി മതി. അതെ അതെ, ഇരുമെയ്യും ഒരു മനസ്സും. അങ്ങനെ അല്ല, അത് എനിക്ക് തോന്നുന്നു നമ്മളൊരു ഇല്ലായ്മയിലും വല്ലായ്മയിലും ഒന്നിക്കുമ്പോൾ അതിന് ആർദ്രമായിരിക്കും കുറേ കൂടെ ആ ബന്ധം എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ പിന്നെ അങ്ങനെ ഒരു മേൽവിലാസം ഇല്ല. കാരണം നമ്മളിങ്ങനെ ഒരു സിനിമ പറയുന്നു, അപ്പോൾ ഇങ്ങനെ ഒരു കഥ പറയുമ്പോൾ ഒരാളത് വിശ്വസിക്കുക. അപ്പോൾ എന്നെ മൊയ്തീനിൽ വർക്ക് ചെയ്തൊരു ശ്രീജിത്ത് എൻ്റെ നെയ്ബറാണ്, അസോസിയേറ്റ് ആണ്. അപ്പോൾ ശ്രീജിത്ത് വഴിയാണ് ജിതിൻ എന്നെ വരുന്നതും. അങ്ങനെ നാട്ടിൽ ഞാൻ നീലേശ്വരത്ത് സ്വദേശിയാണ്. അപ്പം അവിടെ വന്ന് ഞാൻ ഈ കഥയൊക്കെ പറഞ്ഞു. അപ്പോൾ അവൻ അന്നത് ചെയ്യാമെന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനൊരു സിനിമ ഇതിലോട്ട് എത്തുമോ, അല്ലെങ്കിൽ ഇങ്ങനൊരു സിനിമ നമുക്ക് ഉണ്ടാക്കിയത് ഇങ്ങനൊരു പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമെന്നൊന്നും നമുക്കന്ന് അറിയില്ല. പക്ഷേ അവനൊരു ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. നമ്മൾ ചേട്ടാ ഇത് ചെറുതായി ചിന്തിക്കരുത്, വലുതായി തന്നെ ചിന്തിക്കണം. അപ്പോൾ അങ്ങനെ വലുതായി ചിന്തിക്കാനുള്ളൊരു വിഷനൊന്നും സത്യത്തിൽ എനിക്കില്ല. പക്ഷേ അത് അവൻ നമ്മളെ കൊണ്ട് എത്തിക്കുകയാണ്. അപ്പം നമുക്ക് ഈ കഥയെ ഈ പശ്ചാത്തലത്തിന് ഇനിയും വലുതാവണം. അപ്പോൾ അങ്ങനെയുള്ള നിഷ്കർഷ പല സന്ദർഭങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. നമ്മളെ ചർച്ചയിൽ എവിടെയും അതൊരു ഈഗോ ഒരു സ്പോട്ട് പോലും വരാതെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ അവൻ ആക്സെപ്റ്റ് ചെയ്യും. പക്ഷേ അതെല്ലാം അവൻ്റെതായ ഒരു വിഷൻ ഉണ്ടായിരുന്നു. നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ അത് ക്ലബ് ചെയ്യാനുള്ള എൻ്റെ കയ്യിലുള്ള കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണല്ലോ തീർച്ചയായിട്ടും വേണ്ടത്. അപ്പം സിനിമയെ വിഷ്വലൈസ് ചെയ്യാനുള്ളൊരു ആദ്യം മുതലും അത് തന്നെ അതിനെ വലുതായിട്ട് കാണുക എന്നുള്ളതാണ്. വലുതായി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഈ ബ്രഹ്മാണ്ടം എന്നല്ല കേട്ടോ. എന്നാലും ആൾക്കാരിലേക്ക് അതൊരു കാഴ്ചയായിട്ടൊരു കോമിക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അമർചിത്രകഥ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്ത് പറഞ്ഞാലും ഇതൊരു അജയൻ എന്ന് പറഞ്ഞ ഒരാളുടെ സാധാരണക്കാരൻ്റെ കഥയാണ്. ആഫ്റ്റർ ഓൾ അതിൽ അയാളുടെ ജീവിതത്തിൽ വരുന്ന 2 കാലഘട്ടങ്ങളിൽ അയാളുടെ ലൈഫുമായി ബന്ധപ്പെട്ട മറ്റ് 2 മനുഷ്യർ. അപ്പോൾ ഒരു ഗ്രാമം, ആ ഗ്രാമത്തിന് 3 കാലഘട്ടത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എത്ര രസകരമായി പറയാൻ പറ്റും. അപ്പോൾ അതിലുണ്ടാകുന്ന സാമൂഹ്യ സാഹചര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്.
അതൊക്കെ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പം വിഷ്വലൈസ് ചെയ്യുമ്പോൾ എല്ലാ പ്രായമുള്ള ആൾക്കാർക്കും ഇത് കാണണം, അങ്ങനെ ഒരു കഥ നാട്ടുകാരിലേക്ക് എത്താൻ പറ്റും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് നിന്നത്. അപ്പോൾ അവൻ്റെ ഒരു വിശ്വാസം ആയിരുന്നു സത്യത്തിൽ ഈ സിനിമ ഇങ്ങനെ കൊണ്ടുവരാനും. പിന്നെ ടോവിനോ എന്ന് പറഞ്ഞ ആളുടെ പൂർണ്ണ പിന്തുണയും തുടക്കം മുതൽ. നമ്മൾ ഒരേ ഒരാളോടെ ഈ കഥ പറഞ്ഞിട്ടുള്ളൂ, ടോവിയാണ്. ടോവി തന്നെയാണ് ഇന്ന് നമ്മളെ കൂടെ ഇരിക്കുന്ന ആളും എല്ലാ അർത്ഥത്തിലും നമ്മളെ കൂടെ സഞ്ചരിച്ച ആളും ടോവിനോ തന്നെയാണ്. പിന്നെ വലിയ ആക്ടേഴ്സ് ജയേഷ് സാറിനെ പോലത്തെയും സുരഭി, വലിയ ആൾക്കാർ പിന്നീട് നമ്മുടെ ഭാഗമായി മാറുകയും പിന്നെ അതൊക്കെ ഒരു കുടുംബത്തിൻ്റെ അടുപ്പാണ്. ജയേഷ് സാറൊക്കെ നമ്മളോടൊരു രക്ഷിതാവിനെ പോലെയാണ് ഓരോ കാര്യങ്ങളും അപ്ഡേഷൻ എപ്പോഴും ചോദിച്ചിട്ടുള്ളത്. അല്ല, ഇപ്പൊ ഈ ശരിക്കും ഇത് അനൗൺസ് ചെയ്യുന്നത് 2020 ജനുവരിയിലാണല്ലോ. അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടോവിനോ 50ാമത്തെ ചിത്രമല്ല, അന്ന് മിന്നൽ റിലീസായിട്ടില്ല. ഈ 4 വർഷം കൊണ്ട് ജിതിനോട് ഒരിക്കലും ചോദിച്ചിട്ടില്ല നമുക്ക് തൽക്കാലത്തേക്ക് ഇതൊന്നും ഹോൾഡ് ചെയ്യണം, നമുക്ക് ചെറിയ പരിപാടി പിടിച്ചാലോ, ഈ പറഞ്ഞ കോവിഡും. അനൗൺസ് ചെയ്തത് 2020 ഞാനിത് കമ്മിറ്റ് ചെയ്തത് 2017 അപ്പോൾ 2017 മുതൽ നമ്മളിത് ചെയ്യുന്നു എന്ന് തീരുമാനിച്ചിട്ട് 2020 ഇത് അനൗൺസ് ചെയ്തിട്ട്. അപ്പോൾ ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ ഡേറ്റ് ക്ലാഷ് മാത്രമല്ല ഇതിനകത്തുള്ള വിഷയം. ഈ സിനിമ ചെയ്യാനായിട്ട് ഞാനും പാകപ്പെട്ടിട്ടുണ്ടോ, നമുക്ക് ഇത് അന്ന് ചെയ്തിരുന്നെങ്കിൽ ഇതിൻ്റെ ഒരു 4-1 ബഡ്ജറ്റിൽ ഒരു ചെയ്യേണ്ട ഒരു സിനിമ നമുക്ക് എന്തോരം നമുക്ക് വെയിറ്റിംഗ് സമയം കിട്ടിയോ അത് മുഴുവൻ ഓരോ ദിവസവും നമുക്ക് ആസ് എ ഹ്യൂമൻ ബീയിങ്, ആസ് എൻ ആക്ടർ എന്നിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, അതുപോലെ ജിതിനിലെ ആസ് എ ഡയറക്ടർ അവൻ പഠിച്ച പുതിയ കാര്യങ്ങൾ. ലോക്ക്ഡൗണിൻ്റെ സമയത്തൊക്കെ ഭയങ്കരമായിട്ടുള്ള പഠനം നടന്നിട്ടുണ്ട് ഞങ്ങൾക്ക്. സ്റ്റുഡിയോ ബൈൻഡറിലൊക്കെ നോക്കിയിരുന്നിട്ട്, സ്റ്റുഡിയോ ബൈൻഡർ എന്നിട്ടുള്ള യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് നോക്കിയിരുന്ന നമ്മൾ സിനിമയുടെ എല്ലാ ആസ്പെക്ട്സും പഠിക്കാനും ഒക്കെ നമുക്ക് ഇഷ്ടംപോലെ സമയമായിരുന്നല്ലോ ആ സമയത്ത്. അതിപ്പോഴും ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് അത് സ്റ്റുഡിയോ ബൈൻഡർ. അപ്പോൾ അതും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അതിൻ്റെ അടുത്ത് അവന് ഈ അനൗൺസ് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, നിനക്ക് വേറൊരു പടം ചെയ്തുകൂടെ, നീ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് അത് കുഴപ്പമില്ല ബ്രോ, ഞാൻ വെയിറ്റ് ചെയ്തോളാം, എനിക്ക് അത് ഇത് തന്നെ എൻ്റെ ആദ്യത്തെ പടമായിട്ട് ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം. ഇതൊരു വലിയ പടമായതുകൊണ്ട് തന്നെയാണ് നമുക്കത് നടക്കാനായിട്ട് സമയം കൂടുതലെടുത്തത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിനു വേണ്ടിയിട്ട് എനിക്ക് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടായിരുന്നു, അതിനും കുറച്ച് സമയം മാറ്റിവെക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു കുറച്ച് കാലം. അത് കഴിഞ്ഞ് കറക്റ്റ് ഇതിൻ്റെ സമയമൊക്കെ ആയപ്പോഴത്തേക്കും നമ്മളും പാകപ്പെട്ടു, സ്ക്രിപ്റ്റും പാകപ്പെട്ടു, മിന്നൽ മുരളിയും തല്ലുമാലയും ഒക്കെ സംഭവിച്ച് നമുക്ക് ഈ സിനിമ കുറച്ചും കൂടെ ഇപ്പോൾ ഉള്ള അതിനാവശ്യമുള്ള, അല്ലാണ്ട് നമ്മളങ്ങനെ ഭയങ്കര ബിഗ് ബഡ്ജറ്റിലല്ല, ഈ സിനിമയ്ക്ക് ആവശ്യമുള്ള ബഡ്ജറ്റിൽ ഈ സിനിമ നമുക്ക് ചെയ്യാൻ പറ്റി എന്ന് പറയുന്നത് ഞാൻ അവൻ്റെ അടുത്ത് ഇങ്ങനെ പലതവണ ചോദിച്ചിട്ടുണ്ട്. അവൻ പക്ഷെ എന്നെ ഒരു രീതിയിലും പ്രഷർ ചെയ്യുകയോ എനിക്ക് എപ്പോഴാണ് ഡേറ്റ് എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവുകയോ ഒന്നുമില്ല. അവൻ ഒന്നും മിണ്ടാതെ വെയിറ്റ് ചെയ്തു. 2020 മുതൽ പിന്നെ എല്ലാ ക്രിസ്മസ്, ഓണം, വിഷു, ഈസ്റ്റർ, റംസാൻ, ബക്രീദ് എല്ലാത്തിനും ഒരു പോസ്റ്റർ ഇറക്കുന്നത്. അതാണ് എനിക്ക് ഇതിന്റെ പോസ്റ്റർ ഞാൻ ഷെയർ ചെയ്യും, എന്നിട്ട് ഞാനിത് ആലോചിക്കും ഇത് എപ്പോഴാണ് ഡേറ്റ് കൊടുക്കാം, എപ്പോഴാണ് നമ്മളിത് ചെയ്യുക എന്നുള്ളത്. പക്ഷെ കറക്റ്റ് സമയത്ത് അത് ചെയ്യാനായിട്ട് എല്ലാവരും പാകപ്പെട്ടു എന്ന് തോന്നിയിട്ടുള്ളത്. പല ടോവി അഭിനയിച്ച സിനിമകളുടെ ലൊക്കേഷനിൽ ഞാനും ജിതിന്റെ ഒരു സന്ദർശകരായി എല്ലായിടത്തും ഉണ്ടാവും. നമ്മളിങ്ങനെ ഒരു ഗോപുരം പൊളി എന്നൊക്കെ പറഞ്ഞു 25 ഡ്രാഫ്റ്റ് ഉണ്ടല്ലോ, 25 ഡ്രാഫ്റ്റ് ഞാനും അറിയുന്നുണ്ട്, ഞാനും വായിക്കുന്നുണ്ട്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണാം. മിന്നലിന്റെ സമയത്താണ് ഞാൻ വയനാട്ടില് നമ്മളൊരു യാത്ര, തിരൂരേക്ക് ഒരു ടോവി, ആ യാത്രക്കിടയിലാണ് ഇതിന്റെ ഒരു ഫൈനലായിട്ട് ഇത് ഇങ്ങനെയാണ് എന്നുള്ളത് കേൾക്കുന്നത്. ഇല്ല, ഞാൻ ഏറ്റവും ഒരു ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് എൻട്രി കിട്ടിയ ഒരാളാണ്. അപ്പം അതിനു മുമ്പ് ഇതൊരു വലിയ പ്രോജക്റ്റ് ആണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ ഈ റോഷാക്ക് തൊട്ടുള്ള ആ പ്രോജക്ട്സിന്റെ സമയത്ത് ഞാൻ കുറച്ച് നല്ല വേഷങ്ങൾ അങ്ങോട്ട് തിരക്കാൻ തുടങ്ങി. കാരണം നമ്മളെ എല്ലാം ഇങ്ങോട്ട് തേടി വരുമെന്ന് വിചാരിക്കണ്ട. അപ്പം അങ്ങനെ നല്ല പ്രോജക്ട്സിന്റെ ഭാഗമായിട്ട് ഭാവിയിൽ അപ്പം ജിതിൻ നല്ല സ്കോപ്പുള്ള ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ ജിതിനെ കാപ്പയുടെ ലൊക്കേഷനിൽ വെച്ചാണ് ഞാൻ വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് അറിഞ്ഞിട്ട് അപ്പോഴും ഞാൻ പറഞ്ഞത് നമുക്ക് അടുത്ത പ്രോജക്റ്റിൽ സഹകരിക്കണം, ഇതൊരു നല്ല പ്രോജക്റ്റ് ആണെന്ന് മനസ്സിലായി. തീർച്ചയായിട്ടും ചേട്ടൻ്റെ പടങ്ങളൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതല്ലേ എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അത് ആ കോള് എനിക്ക് ഗുണകരമായി. പിന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ഇതിൽ തന്നെ നമുക്ക് ചെയ്താലോ എന്ന് ചോദിച്ചു. നമ്മൾ പിന്നെ തീർച്ചയായിട്ടും ചെയ്യാന്ന് പറഞ്ഞു. ഇപ്പൊ അത് പറഞ്ഞപ്പോ ഒരു കാര്യം, ഇപ്പൊ പത്മനാഭൻ സാറിനോട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചാൻസ് ചോദിച്ചിരുന്നു. അപ്പൊ ശരിക്കും അടുത്ത സിനിമയിൽ ഒരു കായിക അധ്യാപകനായിട്ട് ജയറാമിന്റെ ഒപ്പം ശരിക്കും ഒരു വേഷം ഉണ്ടായിരുന്നല്ലോ. ഈ അന്ന് ഈ ചാൻസ് ചോദിക്കുന്ന പരിപാടി അത്ര ഇതല്ലായിരുന്നു ശരിക്കും പറയാം, ആ ചോദിക്കായിരുന്നു. അല്ല, ഞാൻ പത്മനാഭൻ സാറിനോട് ചാൻസ് ചോദിച്ചിട്ടുണ്ട്, ഭരതേട്ടനോട് ചാൻസ് ചോദിച്ചിട്ടുണ്ട്. ഭരതേട്ടൻ്റെ വീട്ടിൽ 3 ദിവസം ഡിസ്കസ് ചെയ്തതാണ്. മാമൻ മാപ്പിള അവാർഡ് കിട്ടിയ മരണസിംഹാസനം എന്ന് പറയുന്ന ഒരു നോവൽ എന്നെ വെച്ചിട്ട്, എന്നെ മെയിൻ റോളിലാക്കിയിട്ട് അദ്ദേഹം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 3 ദിവസം ഡിസ്കഷൻ കഴിഞ്ഞാണ്. അത് ആ നോവലിൻ്റെ ബേസ് എടുത്തിട്ട് നിനക്ക് വേറൊരു ഇമേജ് തരാം ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ലളിത ചേച്ചിയുടെ അവരെല്ലാം ആ വീട്ടിൽ വെച്ചാണ് ഡിസ്കസ് ചെയ്തിരുന്നത്.
നമ്മുടെ നിർഭാഗ്യം എന്ന് പറഞ്ഞാൽ പത്മനാഭ സാർ ഇതേപോലെ തന്നെ. പത്മനാഭ സാറിനെ എന്നെ കാസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ അന്നത്തെ അനന്തപത്മനാഭനും മോളും അദ്ദേഹത്തിൻ്റെ മകളും ഒക്കെ തന്നെ ആവശ്യപ്പെട്ടു ജഗദീഷ് ശങ്കറിനെ പടത്തിലിടണമെന്ന്. അപ്പം അങ്ങനെ പറഞ്ഞു, അവർ പറഞ്ഞത് കാരണം ഞാൻ ഇടുകയാണ്, നല്ലൊരു വേഷമാണ് എന്നൊക്കെ പറഞ്ഞു. രാജു മല്യത്താണ് പ്രൊഡ്യൂസ് ചെയ്യാനിരുന്നത്. അപ്പോഴാണ് അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ ചില നല്ല പ്രോജക്റ്റിന് വേണ്ടി ഒരു ഡയറക്ടറെ കണ്ടാൽ നമ്മുടെ താല്പര്യം നമ്മൾ അറിയിക്കുന്ന ഒരു തെറ്റുമില്ല. അത് നമുക്ക് എല്ലാവരും നമ്മൾ ഗ്രേറ്റ് ആക്ടർ എന്ന് പറഞ്ഞാൽ അവരെല്ലാം വിളിക്കുമെന്ന് വിചാരിക്കണ്ട. അല്ല, ആക്ടേഴ്സ് എപ്പോഴും അങ്ങനെയാണ്, ബെഗേഴ്സ് ആണ്. അവർക്ക് എന്താണോ ഒരു ഡയറക്ടറും റൈറ്ററും ഒക്കെ കൊടുക്കുന്നത് വെച്ചാൽ അത് സ്വീകരിക്കാനും അത് വൃത്തിയായിട്ട് നമ്മളുടെ കഴിവനുസരിച്ച് ചെയ്യാനേ പറ്റുള്ളൂ. നമുക്ക് ചോയ്സ് ഇല്ല. അല്ലെങ്കിൽ കുറേ സ്ക്രിപ്റ്റുകളൊക്കെ കിട്ടിയിട്ട് ഓ ഇത് വേണ്ട, ടൊവിയോ പോലെ 7 വർഷത്തേക്ക് ഡേറ്റ് ഇല്ലാതൊക്കെ ആവണം. 7 വർഷം കഴിഞ്ഞാൽ ഞാനുണ്ടാവും, എനിക്കറിയില്ല. അപ്പോഴാണ് ഡേറ്റ് അല്ലെ, അങ്ങനെയാണല്ലോ പൊതുവെ. 10 വർഷത്തേക്ക് ഡേറ്റ് ഇല്ല. നായകന്മാർക്കൊക്കെ പൊതുവെ അതൊരു ഫാഷൻ ആണല്ലോ. അപ്പോ ഈ പറയണ ഞാൻ ചോദിക്കാറുണ്ട് ചില ആൾക്കാരുടെ അടുത്ത്. എനിക്ക് വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരുടെ ഞാൻ നിരന്തരമായിട്ട് ഞാൻ ചോദിക്കാറുണ്ട്. ഞാൻ പറയും എഴുതി വെച്ച് നല്ല സ്ക്രിപ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ കട്ടിലടിയിൽ വെച്ചോ, ഞാൻ നൈസായിട്ട് വന്ന് കേൾക്കാം, അല്ലാതെ വേറെ ആർക്കും കൊടുക്കല്ലേ, നല്ല സാധനമാണെന്ന് തോന്നി എന്റെ അടുത്ത് പറയണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദിക്കുന്ന ചില ആൾക്കാരുണ്ട്. നല്ല പ്രോജക്ട്സിന്റെ ഭാഗമാവുക എന്നുള്ളതാണ് ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. അതൊക്കെ ഇപ്പോൾ വേറൊന്നും വേണ്ട, നമ്മൾ 4 പേരും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടവരുടെ എല്ലാം ഒരു ഭാഗ്യം എന്ന് പറയുന്നത്, നമ്മൾ എൻ്റെ സ്റ്റുഡൻറ് ഡേയ്സ് മുതൽ ഓണക്കാലത്ത് ഒരു റിലീസ് കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ഭാഗ്യമായിട്ടാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. സിനിമയിൽ വന്നതിന് ശേഷം ഈ ഓണത്തിന് പടം ഉണ്ടോ? അപ്പോൾ നമ്മുടെ എഫേർട്സ് അല്ല അതിൽ. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഓണത്തിന് റിലീസ് കിട്ടും, ചിലപ്പോൾ ഓണത്തിന് റിലീസ് കിട്ടില്ല. ഇത്തവണ നമുക്ക് നമ്മുടെ ഭാഗ്യത്തിന് ഓണത്തിന് റിലീസ് ഉണ്ട്. ആര് ചോദിച്ചാൽ ആ ഓണത്തിന് അജയൻ്റെ 2ാം വർഷമുണ്ട്, ARM ഉണ്ട് എന്ന് പറയാൻ കഴിയുന്നത് നമ്മുടെ ഒരു ഭാഗ്യമാണ്. അതൊക്കെ ഒരു ഈശ്വരാനുഗ്രഹമാണ്. അപ്പോൾ ഈ ഓണത്തിനുണ്ടെന്നുള്ളത് അതും നമ്മളെല്ലാം ഒരു പ്രസ്റ്റീജിയസ് പ്രോജക്റ്റ് ആയിട്ട് കണക്കാക്കുന്ന ഒരു സിനിമ റിലീസാവാൻ പോവുകയാണ്. എന്റെ ആദ്യത്തെ ഓണം റിലീസാണെന്ന് അതെ, ഇത് കിട്ടുക ഭാഗ്യമാണ്. അതിൽ ഇപ്പൊ എപ്പോഴും ഉണ്ടാവണമെന്നില്ല. ഞാൻ അഭിനയിച്ചിട്ടുള്ള സിനിമകൾ ഓണത്തിന് റിലീസായ സിനിമകൾ 50ാമത്തെ സിനിമയാണ്. ക്രിസ്മസിന് റിലീസ് ആയിട്ടുണ്ട്. ഓണത്തിന് ആദ്യമായിട്ടാണ് ആയിരിക്കും. അല്ല, വന്ന് ഭവിച്ചു 50th ഫിലിം എന്നൊക്കെ പറഞ്ഞ ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം, അത് വിശേഷിച്ച് ഒരു ഹീറോയെ സംബന്ധിച്ചിടത്തോളം 50th ഫിലിം ഒരു നല്ല പ്രോജക്റ്റ് ആയിട്ട് വന്ന് ചേരുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമല്ലേ. ഇതിനകത്ത് ഒരു സ്റ്റാർ പവറും വേണം, ഒരു ആക്ടിങ് പൊട്ടൻഷ്യലും വേണം, രണ്ടും വേണം. അപ്പോൾ 3 വേഷങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വളരെ ചാലഞ്ചിങ് ആണ്. അപ്പോൾ ടൊവിനോയെ ഇവർ ഫ്രണ്ട്ഷിപ്പ് വെച്ച് മാത്രമല്ല ടൊവിനോ ഇവരെ ഏൽപ്പിക്കുന്നത്. ഇവർക്കറിയാം ടൊവിനോ ഇസ് ദ ബെസ്റ്റ് ചോയ്സ് എന്നുള്ള സുജിത്തിനും അറിയാം, ജിത്തിനും അറിയാം. ഫ്രണ്ട്ഷിപ്പിനപ്പുറം പിന്നെ ഫ്രണ്ട് ആയതുകൊണ്ട് കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ നമുക്ക് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഡിസ്കസ് ചെയ്യാം എന്നുള്ളതിൽ കവിഞ്ഞ് ടൊവിനോ ഇസ് ദ ബെസ്റ്റ് ചോയ്സ് എന്നുള്ള കാര്യം സുജിത്ത് ആദ്യമേ തീരുമാനിച്ചിട്ടാണ്. അല്ലാതെ വേറൊരു ആർട്ടിസ്റ്റിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലല്ല ഈ കഥ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് പടം കാണുമ്പോൾ മനസ്സിലാവും. അതിനുവേണ്ടി അദ്ദേഹം അത്രയും ഹാർഡ് വർക്കും ചെയ്തിട്ടുണ്ട്. എനിക്ക് എന്നിലുള്ളതിനേക്കാൾ കൂടുതൽ എന്നിൽ വിശ്വാസമുള്ള ആൾക്കാരാണ് എന്നെ കൊണ്ട് ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്യുക. ജിതിന്റെ അനൗൺസ്മെന്റ് സമയത്ത് ഇങ്ങനെ ഒരു ഇന്റർവ്യൂല് ഇങ്ങനെ പറയുന്നുണ്ട്, ടൊവിനോ മൈൻഡിലുണ്ടായിരുന്നു. കാരണം ആസ് എൻ ആക്ടറും ആസ് എ ഫിസിക്കും ഭയങ്കര ആപ്റ്റാണല്ലോ. ഈ കളരിയും ഈ പറഞ്ഞ കോൽക്കളിയൊക്കെ ശരിക്കും അത് പിന്നീട് വന്ന സംഭവങ്ങളാണോ അതോ ആദ്യമേ പറയുമ്പോൾ ഈ ഒരു ക്യാരക്ടർ എങ്ങനെയാണെന്ന്? ആദ്യമേ ഉണ്ട്. പിന്നെ ഈ 3 ക്യാരക്ടേഴ്സും ആദ്യമേ ഇങ്ങനെ തന്നെയാണ്. അപ്പൊ ഈ 3 ജോണറിലാണോ? പക്ഷെ അജയന്റെ പെർസ്പെക്റ്റീവിലാണോ സിനിമ കുറച്ചുകൂടി ട്രാവൽ ചെയ്യുക? നോൺ ലീനിയർ നറേറ്റീവും ആണ് ഈ സിനിമയുടെ. അതുകൊണ്ട് മണിയനും വരും കുഞ്ഞുങ്ങളും ഒക്കെ പല സമയത്തായിട്ട് ഏത് സമയത്ത് എങ്ങനെ വരുന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പ്രേക്ഷകർക്ക് വളരെ സിമ്പിൾ ആണ്, അല്ലാതെ കോംപ്ലിക്കേറ്റഡ് അല്ല. ഈ 3D ആക്കാന്നുള്ളത് എന്തായിരുന്നു ലേറ്റസ്റ്റ് സ്റ്റേജിൽ വന്നപ്പോൾ ഭയങ്കര ആഗ്രഹമുള്ളതായിരുന്നു. ഷൂട്ടിങ് തുടങ്ങുന്ന സമയത്തൊക്കെ നമ്മൾ എന്തായാലും 3D വേണം. നമ്മൾ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും നമുക്ക് അതിനകത്ത് വേറെ ചെയ്യാതിരിക്കാം, പക്ഷെ 3D എന്തായാലും ചെയ്യണം. കാര്യം ഇത് ഇങ്ങനെ എല്ലാ സിനിമയ്ക്കും 3D ചെയ്യാൻ പറ്റില്ല. 3D ചെയ്യണമെങ്കിൽ അതിന് അങ്ങനത്തെ സ്കോപ്പ് വേണം വിഷ്വലിയും ഒക്കെ. പിന്നെ ഇതെന്ന് വെച്ചാൽ നമ്മൾ ജിയോതിക്കാവ് എന്ന് പറയുന്ന ഒരു ഗ്രാമം, ആ ഗ്രാമത്തിൻ്റെ ഇതിനകത്ത് ചെറിയൊരു മാജിക്കൽ റിയലിസം ഫാൻറ്റസി പരിപാടികളൊക്കെ ഉണ്ട്. അതും എല്ലാമായിട്ട് ആ ജിയോതിക്കാവിനെ ആൾക്കാർക്ക് അതിൻ്റെ ഉള്ളിലിരുന്ന് ആ ജിയോതിക്കാവിലിരുന്ന് ആൾക്കാർ സിനിമ കാണണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം ആക്ഷൻ രംഗങ്ങളിലോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും വിഷ്വലി നിങ്ങളുടെ മുഖത്തേക്ക് എന്തെങ്കിലും തെറിച്ച് വരുന്നതോ അങ്ങനത്തെ പരിപാടികൾ, അങ്ങനത്തെ 3D പരിപാടികൾ മാത്രമല്ല, അത് കുറച്ചും കൂടെ ആൾക്കാർക്ക് ഇൻവോൾവ് ആയിട്ടിരുന്ന് സിനിമ കാണാൻ വേണ്ടിയിട്ട് ഒരു വേറൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മൾ 3D സിനിമയിൽ ഒരു ഇമോഷണൽ സീൻ കാണുമ്പോൾ പോലും നിങ്ങൾ കാണുന്നത് അത് 3 ഡയമെൻഷനിലായിട്ടാണ്. അത് ഈ സിനിമയ്ക്ക് ഭയങ്കര
ആവശ്യമുണ്ടെന്ന് തോന്നിയിരുന്നു ഞങ്ങൾക്ക്. ജഗദീഷേട്ടന് ഒരു 3D കണക്ഷൻ ഉണ്ടല്ലോ മൈ ഡിയർ. ഫസ്റ്റ് ഫിലിം ജഗദീഷേട്ടന്റെ ഫസ്റ്റ് ഫിലിം ഇവിടുത്തെ ഇതിപ്പോ ആദ്യത്തെ. ജഗദീഷേട്ടന്റെ എത്രാമത്തെ സിനിമയായിരിക്കും? ഇത് നിയർലി 400 ഫിലിംസ് ആയി. അപ്പോഴാണ് ഇവിടെ അമ്പാണത്തിന്റെ കണക്കൊക്കെ പറഞ്ഞ എല്ലാവരും. ഈ എളിയ കലാകാരിയോട് ക്ഷമിക്കൂ. എന്നാലും അന്ന് മൈ ഡിയർ കുട്ടിച്ചാത്തനും ഷൂട്ടൊക്കെ ചെയ്യുമ്പോഴേ സെറ്റിലേക്കൊക്കെ ചെല്ലുമ്പോൾ എന്തായിരുന്നു ആ ഒരു vibe? അല്ല 3Dയുടെ എന്താണ് സാധ്യത എന്ന് അറിയില്ല. ഞാൻ 3D കണ്ടിട്ടില്ല. ഞാൻ അഭിനയിച്ചിട്ട് തിരുവനന്തപുരത്ത് ചെന്നതിന് ശേഷമാണ് നമ്മുടെ പ്രൊഡ്യൂസർ സുരേഷ് കുമാർ പറഞ്ഞത് അത് 3D ആണ്, അറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്താ 3D? 3D എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, കണ്ണട വെച്ച് കാണുമ്പോൾ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് എൻ്റെ അടുത്ത് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, ഇന്ത്യയിലെ ഫസ്റ്റ് 3D അല്ലേ ഏഷ്യയിലെ എന്നൊക്കെ പറയാം. അപ്പോൾ അത് അഭിനയിക്കുമ്പോൾ ഞാൻ അതിനു മുമ്പ് കാര്യമായിട്ട് ഷൂട്ടിംഗ് ഒന്നും കണ്ടിട്ടില്ല. ഈ ഫിലിമിൻ്റെ വിലയൊന്നും എനിക്ക് അതൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ ടെൻഷനില്ല. കോളേജ് ക്ലാസ് കൈകാര്യം ചെയ്യുന്ന പോലെ ക്യാമറ അനൗൺസർ അങ്ങ് ഡയലോഗ് അങ്ങ് കാച്ചി. അപ്പോൾ ക്യാമറാമാൻ അശോക് കുമാറായിരുന്നു. അതേ ചോദിച്ചു ഫസ്റ്റ് ടൈം ആണോ ആക്ട് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു അതെ. തോന്നുന്നില്ലോ എന്ന് പറഞ്ഞു. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചിരുന്നാൽ എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. അറിയാമായിരുന്നു അയ്യോ വേസ്റ്റ് ആവോ എന്നുള്ള പേടി ഒന്നും. ഇത് പേടിയൊന്നും ഇല്ല, ഡയലോഗ് അങ്ങോട്ട് കത്തിച്ച് വിടുകയാണ്. ഫിലിം വേസ്റ്റ് ആവുന്ന അത് അറിയില്ല. ഇപ്പൊ ഡിജിറ്റൽ പരിപാടിയല്ല. അന്ന് പണ്ട് കുറെ ടേക്ക് എടുക്കുന്ന ഫിലിം തിന്നുന്നവർ എന്നാണ് വിളിച്ചോണ്ടിരുന്നത്. ഫിലിം തീനി എന്നൊക്കെ വിളിക്കുന്നത്. ഞാനും അത് ഫിലിമിൽ വർക്ക് ചെയ്തിട്ടില്ല. ഞാൻ ആകെ ഫിലിമിൽ വർക്ക് ചെയ്തിട്ടുള്ളത് അസിസ്റ്റന്റ് ആയിട്ടുള്ള പടത്തില്, അത് ഫിലിമിലായിരുന്നു. ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് തിരക്കഥ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയില്. പക്ഷെ ആ സമയത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ടേഴ്സ് അത്രയും പെർഫെക്റ്റ് ആവണം. അല്ലാണ്ട് വന്ന് കഴിഞ്ഞിട്ട് വെറുതെ എന്തെങ്കിലും ചെയ്തു പോകും അതൊന്നും പറ്റില്ല. മറ്റേ ഇതിപ്പോ എത്ര ടേക്ക് വേണമെങ്കിലും എടുക്കാമല്ലോ. ആ സമയത്ത് ആക്ടേഴ്സ് എല്ലാം കൂടി ഇരുന്ന് അല്ലേ, പിന്നെ ഡയലോഗ്സ് ഒക്കെ പഠിച്ച് അവർ തമ്മിലുള്ള ഒരു ഇതൊക്കെ കെമിസ്ട്രി ഒക്കെ റെഡി ആയിട്ടാണ് തോന്നുന്നു. കരവനൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ആക്ടേഴ്സ് കുറച്ചും കൂടി നന്നായിട്ട് വരിക ഇതെടുക്കുമ്പോൾ. എല്ലാവർക്കും അപ്പോൾ ആക്ടേഴ്സ് ആവാനും പറ്റില്ല. അല്ല ഈ അത് ഫിലിമില് പിന്നെ ഇപ്പോഴത്തെ സിനിമയിൽ സിംഗ് സൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രോംപ്റ്റിംഗ് ഒന്നും ഇല്ല. കാണാതെ പഠിച്ചേ പറഞ്ഞേ പറ്റൂ, കാണാതെ പഠിച്ച് പറഞ്ഞേ പറ്റൂ. അപ്പൊ അതിനൊക്കെ ഒരു ആക്ടേഴ്സ് എക്വിപ്ഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു കഴിവുണ്ടെന്ന് അർത്ഥം. കാരണം എല്ലാം പ്രോംപ്റ്റിംഗ് കേട്ടിട്ട് ഡയലോഗ് പറയുന്നതും അല്ലാതെ നമ്മൾ പഠിച്ച് പറയുന്നതൊക്കെ. അപ്പൊ ഇങ്ങനെയുള്ള സാധ്യതകൾ ഓരോ ദിവസം കഴിയും തോറും അത് രണ്ടിലും ഉണ്ട് കേട്ടോ. ഇപ്പൊ ഏതൊരാൾക്കും നമുക്ക് അഭിനയിക്കാനുള്ള ഒരു സാധ്യതയും കൂടിയാണ് ഇപ്പോ ഡിജിറ്റൽ തുറന്നു കൊടുക്കുന്നതും കൂടെ. അതുകൊണ്ട് ഇതിനകത്തെ സാധ്യത എന്ന് പറയുന്നത് 3 റോളുകൾ കൈകാര്യം ചെയ്യുന്ന ടോവിനോ, അതേപോലെ തന്നെ സുരഭിക്കും ചലഞ്ചിങ് ആണ്. രണ്ട് ഗെറ്റപ്പ് ഉണ്ട്, 2 പ്രായത്തിലുള്ള കഥാപാത്രമാണ്. അപ്പൊ അത് വെല്ലുവിളിയാണ്. ഒരു നല്ല കഥാപാത്രം കിട്ടുകയല്ലേ, അതിന് 2 ഗെറ്റപ്പോട് കൂടി കിട്ടുക എന്ന് പറയുമ്പോൾ വളരെ ചലഞ്ചിങ് ആണ്. ഇപ്പൊ ചേട്ടൻ ഒരു ഇന്റർവ്യൂ എടുത്തപ്പോ അതിവിടെ പറയുന്നത് ഈ സുരഭിനെ പോലെ ഒരു ഫാന്റാസ്റ്റിക് ആക്ട്രസിനെയും പത്മയിലെ ക്ലൈമാക്സ് ഭയങ്കരമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അത് സിംഗിൾ ഷോട്ട് ആയിരുന്നല്ലോ. അപ്പോഴും ഈ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പല കാരണങ്ങളും ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ചില പ്രൊഡ്യൂസേഴ്സിന്റെ സംഭവം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് ചെയ്യേണ്ടി വന്നത്. പക്ഷെ എനിക്ക് സുരഭിയുടെ ക്യാരക്ടറിക്ക് മാറ്റാൻ തോന്നിയില്ല എന്നുള്ള സംഭവം ശരിക്കും അതൊക്കെ കുറച്ച് ടെൻഷൻ ഉണ്ടാക്കും. നേരത്തെ പറഞ്ഞ പോലെ റെസ്പോൺസിബിൾ ആക്കും ആസ് എൻ ആക്ടർ. ഈ പറഞ്ഞ പോലെ ഡയറക്ടേഴ്സ് പറയാണ് ഈ പറഞ്ഞ പോലെ എനിക്ക് സുരഭിനെ പോലെ ഒരു പെർഫോമറാ വേണ്ടേ എന്നുള്ള ആസ്പെക്ട് പറയുമ്പോഴത്തേക്കും അത് അങ്ങനെ ഡയറക്ടേഴ്സ് പറയാറുണ്ട്. പ്രൊഡ്യൂസേഴ്സ് പലപ്പോഴും അവരെ മാറ്റാനാണ് പറയാറ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു വലിയൊരു ഫാക്ടറാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി മാർക്കറ്റ് ഉള്ള ഒരാളെ എന്ന് പറഞ്ഞിട്ട് പത്മയിൽ തന്നെ പ്രൊഡ്യൂസേഴ്സ് മാറുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അനുപേട്ട പറഞ്ഞല്ല അവർക്ക് ചെയ്യാൻ പറ്റും, എൻ്റെ ആ ക്യാരക്ടർ അവർക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറച്ച് അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചോദിച്ചത്. സെറ്റിലാണ് അവിടെ ഞാൻ പുതിയ ആൾ, എനിക്ക് ഒരു പരിപാടി അറിയാമല്ലോ, എന്നെ ഇട്ട് വാട്ടി ഞാൻ ഏതാണ് ഈ സ്ത്രീ വെറുതെ നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ മൊയ്തീന്റെ സമയത്ത് വരുമ്പോഴാണ് നമ്മൾ നല്ല പരിചയമൊക്കെ. അതിലും എനിക്ക് ഞാൻ ഹോസ്റ്റലിൽ വന്നിട്ട് ഉള്ളൊരു ഫോൺ കോൾ ഡയലോഗ്സും ഇവരൊക്കെ രേഖയുടെ പരസ്യത്തില് ജോമോൻ ചേട്ടനും നമ്മളും അന്ന് മുടി വളരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് എനിക്കാണെങ്കിൽ കാർക്കൂന്തൽ നിറയെ വെച്ചിട്ട് ഞാനും മുടി വളരുന്നു, അങ്ങനെ നമുക്കൊരു ബന്ധമുണ്ട്. അങ്ങനെ ഒരേ അന്ന് കുറെ പേരിങ്ങനെ യഥാർത്ഥത്തിൽ പറയാൻ ഞങ്ങളൊന്നും ആരും അറിയില്ല. എന്റെ അന്ന് മധുചേട്ടനെ ഷൂട്ട് ചെയ്തത്, മധു നീലകണ്ഠൻ. ആണോ? എന്റേത് ജോമോൻ ചേട്ടനാ ചെയ്തത്. ട്രെൻഡ് ആയിരുന്നു അന്ന്. കണ്ണു വെച്ചതാണ് ആരാ കണ്ട എന്റെ മുടി പോയോ? അതെ. അപ്പോൾ അത് നമ്മൾ ഇപ്പം ഈ സിനിമയിൽ മാണിക്യം എന്ന് പറയുന്ന മണിയനോട് ഈക്വലായിട്ട് നിൽക്കുന്ന തരത്തിലുള്ള ഒരു നല്ലൊരു ക്യാരക്ടറാണ്. അപ്പം അതിന് ടൊവി ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഫിസിക്കലിയും മെൻ്റലിയും നല്ല ട്രെയിൻ ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരാളാണ്. ഒരു തിയേറ്റർ പേഴ്സണെ വെച്ചിട്ട് അദ്ദേഹം ട്രെയിനിങ് ചെയ്തിട്ടാണ് അത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള കോമ്പിനേഷനിൽ എനിക്കൊരു തിയേറ്റർ ആർട്ടിസ്റ്റിൻ്റെ കൂടെ ഒരു സിനിമാ നടൻ അല്ലെങ്കിൽ ഒരു സ്റ്റാറിൻ്റെ അപ്പുറത്തേക്ക് ഞാനൊരു
നല്ലൊരു ആക്ടറിൻ്റെ കൂടെ ആ ഒരു എനർജി കിട്ടുന്ന ഒരു ആക്ടറിൻ്റെ കൂടെ അത് മണിയനും മാണിക്കും അവിടെ സുരഭിയോ ടൊവിനോ എന്നുള്ളതൊക്കെ മാറിയിട്ട് ഞങ്ങൾ അതിൻ്റെ ബാക്ക് സ്റ്റോറികളെക്കുറിച്ച് സംസാരിക്കുകയും ഇവരെവിടെ കണ്ടു, എങ്ങനെ കണ്ടു, ഇവരെങ്ങനെ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടാണ് നമ്മൾ സീനിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു വൈബ് കിട്ടിയിരുന്നു. അപ്പോൾ ടൊവിനോ എന്നുള്ള ആളൊക്കെ അങ്ങ് പോയി. അപ്പം എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ഈ പറഞ്ഞതുപോലെ. അപ്പം ഞാൻ ജിതിനോട് ചോദിച്ചു, ടൊവിനോയ്ക്ക് ഇഷ്ടംപോലെ സുന്ദരികളായ നായിക. ഞാൻ പറഞ്ഞു, അപ്പോൾ പറഞ്ഞു സുന്ദരികളെ ഞാൻ വേറെ വെച്ചിട്ടുണ്ട്. ഐശ്വര്യ രാജേഷ് ഞാൻ വേറെ വെച്ചിട്ടുണ്ട്. ഐശ്വര്യ രാജേഷും കൃതി ഷെട്ടിയും. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തെങ്കിലും ബ്യൂട്ടി എന്തെങ്കിലും ഒന്നും ചെയ്യണ്ട, നിന്റെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വരണോ? ഒന്നും ചെയ്യണ്ട, ഇങ്ങനെ മതി, ടൊവിനെ ഞാൻ നിന്റെ റേഞ്ചിലേക്ക് എത്തിച്ചോളാം എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോ ഞങ്ങള് എന്നിട്ട് ഞങ്ങൾ അങ്ങനെ സംസാരിക്കില്ല. എന്നിട്ട് ഇന്ന് രാവിലെയും എന്നെ പീഡിപ്പിച്ചു, നിന്നെ ഞാൻ ടൊവിനോടെ നായികയാക്കി സൂക്ഷിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഇദ്ദേഹത്തിന്റെ കളറ് ഇങ്ങനെ നല്ല നിറമുള്ള ഒരാളാണല്ലോ. അപ്പോൾ കരിയല്ല, അത് കുറച്ച് ഡള്ള്, നന്നായിട്ട് കറുപ്പിച്ചു. പിന്നെ ഇത്രയുള്ള ഡ്രസ്സേ ഉള്ളൂ. അപ്പോൾ കയ്യും കാലും ടാറ്റുവും ഇതൊക്കെ ചെയ്തിട്ടാണ് ഡെയിലി ഒരു ദിവസം വരിക. പിന്നെ കുറേ നല്ല നല്ല സംഭവങ്ങൾ വെച്ചൊരു പ്രത്യേകത ഈ കാണുന്നില്ലേ. ഇയാൾ ടൊവിനോ ആണോ എനിക്കറിയില്ല, എനിക്ക് തോന്നിയിട്ടുമില്ല. പിന്നെ ആ പോത്തങ്കോട്ട് ഒരു മരവും ഇല്ലാത്ത ഒരു സ്ഥലത്ത് രാത്രി ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് മണിയൻ വരുന്നു എന്നുള്ളൊരു ഫീല് മാത്രമേ നമുക്ക് എല്ലാവർക്കും അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പം തൊട്ടാലൊക്കെ തനിനിറം പുറത്തു വരും. അപ്പൊ നമ്മളുടെ സീൻസ് ഒക്കെ എടുക്കുമ്പോ ഇങ്ങനെയൊക്കെ തൊടുമ്പോ തൊട്ടാൽ പ്രശ്നം. അത് മാത്രം കട്ട് ചെയ്ത് വിടുമ്പോ തൊട്ടാൽ തനിനിറം പുറത്തു വരും. ടൊവിനോയെ തൊട്ടാൽ തനിനിറം പുറത്തു, അങ്ങനെയൊക്കെ. അതെ, അന്നാണെങ്കിൽ ഈ കറുപ്പ് കിട്ടാനില്ല. സെയിം ടൈം കൊത്തയ്ക്ക് വേണ്ടിയിട്ട് ദുൽഖറും കറുപ്പിച്ചുകൊണ്ടിരിക്കുന്നു, വേറെ ഏതോ നായകനും. അപ്പൊ നമ്മള് മേക്കപ്പ് മാൻ റോണക്സേട്ട് പറയും കറുപ്പ് കിട്ടാനില്ല, ഇപ്പൊ ഡിമാൻഡ് കറുപ്പാണെന്ന് പറഞ്ഞിട്ട് അത് ഡെയിലി 2-3 ഇതൊക്കെ വേണ്ടേ. കാരണം ഇദ്ദേഹം വേർക്കുമ്പോ പോവും, നല്ല വേർത്ത് പണിയെടുക്കാണ്ട്. ഉച്ചയ്ക്ക് 12 മണിക്കൊക്കെ നമ്മുടെ കാന്താരയുടെ ഫൈറ്റ് മാസ്റ്റർ എയറിലിട്ടിരിക്കുകയാണ്, പൊക്കി വെച്ചിരിക്കുകയാണ് ഇദ്ദേഹത്തിനെ. അപ്പൊ പറന്നൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഇട്ടിരിക്കുമ്പോ അത് വേർത്ത് പോവും. അപ്പോൾ ആ ഷോട്ട് എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഒരു 5 ദിവസമെങ്കിലും ആ ഫൈറ്റ് വന്നിട്ടുണ്ട്. അതെന്താ വെച്ചാല് നമ്മള് ഷൂട്ട് ചെയ്യാനായിട്ട് എല്ലാം സെറ്റപ്പ് ആയി വരുമ്പോ മഴ പെയ്യും. ഒരു 3 മണിക്ക് അപ്പൊ നമ്മളുടെ ഒരു സുരഭിയുടെ പാൻ ഇന്ത്യൻ കുളി വരുന്നു. അപ്പൊ കറക്റ്റ് ദിവസം അവിടെ മഴ പെയ്യും. അങ്ങനെ നീണ്ട് ഇദ്ദേഹം കുറേ ദിവസം ഒരു വെയിലത്തായിരുന്നു. അല്ലല്ല ഒന്നുമില്ല, അല്ല ഞങ്ങൾ അങ്ങനെ പറയുന്നേ ഉള്ളൂ. അങ്ങനത്തെ കുളി, ഒരു ചെറു കുളിന്ന് കുഴപ്പമില്ലാത്തൊരു കുളി, ഒരു വെള്ളം ഒഴിക്കുന്നു. അന്നത്തെ കാലത്ത് അത്രയൊക്കെ കുളിയുള്ളൂ. എന്നിട്ട് അവസാനം വെള്ളം ഒഴിക്കുന്നു, അത്രേ വരുന്നുള്ളൂ. പക്ഷെ പറയുന്നത് നമ്മളങ്ങനെയാണല്ലോ. അപ്പൊ അതില് പ്രമോദ് ഷെട്ടി അദ്ദേഹം രാവിലെ ഇങ്ങനെ പോലീസ് വേഷമൊക്കെ ഇട്ടിട്ട് വരും. പിന്നെ പ്ലേറ്റിലാണ് ആൾക്കാർ കാണേണ്ടതാണ്. അദ്ദേഹത്തിനും ഒക്കെ കന്നഡത്തിൽ വന്ന് മലയാള സിനിമ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് വളരെയധികം പഠിച്ചിട്ടാണ് അദ്ദേഹം പോയത്. ഈ പ്രിന്റഡ് സ്റ്റോറി ബോർഡ് അപ്ഡേറ്റ് ചെയ്തിരുന്നു. സ്റ്റോറി ബോർഡ് മാത്രല്ല, വിഷ്വലൈസേഷൻ ചെയ്തിരുന്നു ഒരു 25-40 മിനിറ്റോളം. അവരെ കാണാൻ ലുക്കില്ല, ഭയങ്കര ഐഡിയ. കാണാൻ അടിപൊളിയാണ്. പഞ്ചായത്തിലെ അല്ല ഭയങ്കര ഇതിനകത്തുള്ള ഐഡിയാസ് അവന്റെ തന്നെയാണ്. പെട്ടെന്ന് കാണുമ്പോൾ വിശ്വസിക്കാൻ തോന്നുന്നില്ലല്ലോ അവന്റെ ഐഡിയ ആണെന്ന്, പക്ഷെ അവന്റെ ആണ്. ഇത് ഞങ്ങൾ ഈ പറഞ്ഞതിനൊക്കെ അപ്പുറത്തുള്ള വേറെ ചില കാര്യങ്ങളും ഈ സിനിമയിൽ ഉണ്ടാവാം. ഇതിനകത്തുള്ള സാധ്യതകളെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തും. അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആയിട്ടുള്ള പിന്നെ കുറെ ഇങ്ങനത്തെ അപ്ഡേഷൻസ് ഉണ്ട്, അത് കാണാം. ആദ്യത്തെ അനുഭവമായത് കാരണം കൊണ്ട് അവരോട് വർക്ക് ചെയ്യണത് ഇത് ഭയങ്കര സുഖമാണ്. ഭയങ്കര സുഖം എന്ന് വെച്ചാല് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളത് കിലോമീറ്റേഴ്സിലും ഡിയർ ഫ്രണ്ടിലും അതുപോലെ ഇതിലുമാണ്. അവൻ ഡയറക്റ്റ് ചെയ്യുമ്പോൾ കുറച്ച്
വൈകുന്നേരം മാത്രമേ നമുക്ക് ബേസിൽ നമ്മുടെ ബേസിലായിട്ട് കിട്ടുള്ളൂ. അല്ലാത്ത സമയത്ത് ഇച്ചിരി സീരിയസ് ഡയറക്ടറാ, കർക്കശക്കാരനാണ്. അത് നമ്മളത് ക്ഷമിക്കുകയും ചെയ്യും. മുന്നോട്ട് പോവാ, ഇപ്പൊ ഞാൻ നീ പറഞ്ഞൊക്കെ കേൾക്കും എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഈ ഷൂട്ടിങ്ങിന്റെ മറ്റേ അഭിനയിക്കുന്ന സമയത്ത് അവൻ അങ്ങനത്തെ ടെൻഷനും ഇല്ല, റിലാക്സ്ഡ് ആയിരിക്കും, അങ്ങനെ കറങ്ങി നടപ്പുണ്ടാവും. ഉച്ചയ്ക്കും വൈകുന്നേരവും ഞാൻ ഭക്ഷണം കഴിക്കാൻ നേരത്ത് പ്രസൻസ് സാർ എന്നുള്ളത് എന്റെ സൈഡിലിരിപ്പുണ്ടാവും. കാര്യം അവന് പ്രൊഡക്ഷനോട് ഡയറ്റ് ഫുഡൊക്കെ ചോദിച്ച് മേടിച്ച അന്ന് ഈ ഇത്ര സാറ്റലൈറ്റ് ഇല്ല അവന്. അപ്പൊ അതൊക്കെ ഞാൻ ചോദിച്ച അഹങ്കാരമാണെന്ന് പറയും എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യത്തെ 1-2 ദിവസമൊക്കെ എന്റെ ഭക്ഷണത്തിന്റെ പകുതി എടുത്ത് കഴിച്ചു. പിറ്റേ ദിവസം തൊട്ട് ഞാൻ 2 പേർക്കുള്ള ഭക്ഷണം പറഞ്ഞു തുടങ്ങി, ഇത് എനിക്കാണെന്ന് പറഞ്ഞിട്ട്. കാര്യം എന്താ എല്ലാ ദിവസം വരും, പിന്നെ എന്തൊക്കെയുണ്ട്, മറ്റേ ഇതെന്തായി. ഇതിന്റെ കൗണ്ടർ ബേസിലിന്റെ അതാ ഡിയർ ഫ്രണ്ട് പോലെ തുടങ്ങിയതാ. ഞാനൊരു ചിക്കൻ വിങ്സ് പാവം ഒരു 3-4 ചിക്കൻ വിങ്സ് കഴിച്ചിട്ടാ ജീവിക്കണം. അതിൽ 2 എടുത്ത് നിന്നിട്ട് പോളൂ. ഇപ്പൊ ഭയങ്കര ഫിറ്റ്നസ് ആണ്, ഡെയിലി വർക്കൗട്ട് ചെയ്യും, മറ്റേത് മറിച്ചത് സൂപ്പർ ഫുഡ്സ് കഴിക്കുന്നു, ഡയറ്റ് കീപ്പ് ചെയ്യുന്നു. ഇന്നാളെ എന്നെ കണ്ടപ്പോ എന്താ ജോലൈൻ. അല്ല, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നത് കഴിഞ്ഞ ഓണത്തിന് ഒരു ശിഷ്യനെ ഇറക്കിയിട്ട് ഓണം വിന്നർ അടിച്ചായിരുന്നു. ഈ ഓണത്തിന് അടുത്ത ശിഷ്യനെ ഇറക്കിയിട്ട് ഓണം വിന്നർ അടിക്കാനാണ് ബേസിലൊരു ഒരു പ്ലാൻ എന്നുള്ള ഒരു സംഭവം. അപ്പോ ഈ പറഞ്ഞ പോലെ ARMനും അങ്ങനെ ഒരു ചരിത്രം പറയാനുണ്ടാവട്ടെ. T50 അല്ലെങ്കിൽ 2050 പറഞ്ഞ പോലെ ചരിത്ര താളുകളിൽ രേഖപ്പെടുത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ ദ ടൈമിങ്. താങ്ക് യു.